നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമുക്കറിയാം, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടന്നപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു സമാധാനത്തിൻ്റെ വെള്ളക്കൊടി പാറുമോ എന്നുള്ളത്. പക്ഷേ ആ ചർച്ചയൊക്കെ വെറുതെ ആയിട്ടുണ്ട്. നാളെ ഒരു അടുത്ത ഘട്ടം ചർച്ച നടക്കാനിരുന്നത് അതും പാളിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വാർത്തകൾ. ഈ രണ്ടുപേരും, അമേരിക്ക ആണെങ്കിലും ഇറാൻ ആണെങ്കിലും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളികൾ അല്പം കൂടി ഒന്ന് ശക്തി കൂട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാം. ഏതായാലും ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ വരുന്ന ഒരു കുറച്ച് അപ്ഡേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്ക അതിൻ്റെ എഞ്ചിൻ റൂം അടക്കം കത്തിച്ച് നടുകടലിൽ നിശ്ചലമാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകളും എല്ലാം തന്നെ ഒരു അനിശ്ചിതത്വത്തിലായൊരു അവസ്ഥയാണുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു ഭാവി നമുക്ക് എങ്ങനെ പോകുമെന്നുള്ളത് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഒരു അടുത്ത ഘട്ട ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ, അതോ ഇങ്ങനെ തന്നെ പരസ്പരം പോർവിളികളും ആക്രമണങ്ങളും ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് നമുക്കൊന്ന് വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് ഈ ഏപ്രിൽ 8-ാം തീയതിയാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മളെല്ലാം വലിയ ആശങ്കയിലായിരുന്നു. പക്ഷെ ആ സമയത്തൊരു സമാധാനം, ഈ ആശങ്ക ഒരു സന്തോഷത്തിലേക്ക് വഴിമാറുന്നു. കാരണം പശ്ചിമേഷ്യയിൽ സംഘർഷം എന്ന് പറഞ്ഞാൽ എണ്ണയുടെ ഒരു വരവിൽ അതിലൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകും, എണ്ണ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ വിലയിരുത്തിയത്, ആ സമയത്ത് തന്നെ വിലയിരുത്തിയത് അങ്ങനെയല്ല. ഇന്ത്യ പറഞ്ഞത്, ഇന്ത്യ ആ സമയത്ത് തങ്ങളുടെ പൗരന്മാരോട്, ഇറാനിൽ തുടരുന്ന പൗരന്മാരോട് പറഞ്ഞത്, ഇതൊരു ആശ്വാസമായി കാണേണ്ടതില്ല, കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം, നിങ്ങൾ എത്രയും വേഗം ഇറാൻ വിട്ടുകൊള്ളുക. ഇതാണ് ഇന്ത്യയുടെ ഒരു അഡ്വൈസറി. ഇത് തീർച്ചയായും കാര്യങ്ങൾ വിലയിരുത്തി തന്നെ ആയിരിക്കണം. കാരണം ഇന്ത്യക്ക് മനസ്സിലായി ഇത് യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനത്തിലേക്കുള്ള പോക്കല്ല, മറിച്ച് ഇരു രാജ്യങ്ങളും യുദ്ധത്തിന് വേണ്ടിയിട്ട് വീണ്ടും തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ഒരു ഇടവേള എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അമേരിക്ക 22-ാം തീയതി വരെ ഇടവേള അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ, ഇന്നലെ ഒരു 1-ാം ഘട്ട ചർച്ചകൾ നടന്നു, അത് പരാജയപ്പെട്ടു. വീണ്ടും അമേരിക്ക വരുന്നത് ഹോർമൂസ് കടലിടുക്കിൻ്റെ ബ്ലോക്കേഡ് അത് മാറ്റാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്ക സ്വയം അവിടെ ഒരു ഉപരോധം തീർക്കുന്നു. അത് ഇറാന്റെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ആ ഉപരോധം. അതായത് ഇറാനിലേക്ക് കപ്പലുകൾ വരികയോ പോവുകയോ ചെയ്യരുത്. അതിൻ്റെ ഉദ്ദേശം ഇറാൻ സമ്പൂർണ്ണമായി കീഴടങ്ങണം. അതായത് ഇനി ഒരിക്കലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തരുത്, ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണം. ഇതാണ് അമേരിക്കയുടെ ഉദ്ദേശം. ആ ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമേരിക്ക പിന്മാറും എന്ന് തോന്നുന്നു. പക്ഷേ ഇറാൻ അതിന് തയ്യാറല്ല. 3 കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ ചർച്ചകൾ ഉടക്കി നിൽക്കുന്നത്. ഒന്ന്, ഈ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഒരു അധികാരം ഇറാന് വേണം എന്ന് പറയുന്നു. അമേരിക്ക പറയുന്നത് അവിടുത്തെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അടക്കം അമേരിക്കയിലേക്ക് മാറ്റണമെന്നാണ്. രണ്ടാമത്തെ കാര്യം, ഹോർമൂസ് കടലിടുക്ക്. ഈ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കണം. അവിടെ അമേരിക്കയുടെയും ഇറാന്റെയും ഒരു സംയുക്ത നിരീക്ഷണം വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇറാൻ അതിന് അംഗീകരിക്കുന്നില്ല. അത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ സമ്പൂർണ്ണ അധികാരത്തിലുള്ളതാണെന്ന് ഇറാൻ പറയുന്നു. ഭാവിയിൽ അംഗീകരിക്കാനും പോകുന്നില്ല. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നഷ്ടപരിഹാരം ഇറാൻ ചോദിക്കുന്നുണ്ട്. അമേരിക്ക അത് കൊടുക്കാനും തയ്യാറാകുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷേ ആണവ വിഷയത്തിൽ ഒരു സമവായത്തിന് ഇറാൻ തയ്യാറായാൽ ഈ വിഷയം ഇവിടെ അവസാനിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എന്തിനാണ് ആണവായുധം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഖമേനിയെ കൊന്നിട്ടും അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായില്ല. അപ്പോൾ അമേരിക്കയുടെ ആത്യന്തികമായ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള എല്ലാ പരിപാടികളും ഇറാനിൽ നിർത്തിവെക്കുക. അത് ഒന്നുകിൽ ഈ സർക്കാരിനെ കൊണ്ട് നിർത്തിവെപ്പിക്കുക, അല്ല എങ്കിൽ ഈ സർക്കാരിനെ പുറത്താക്കിയതിനു ശേഷം മറ്റൊരു അമേരിക്കൻ പാവ സർക്കാർ അവിടെ വരിക. അത് പിന്നീട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചലിച്ചുകൊള്ളും. ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷേ ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടിട്ടും IRGC പിടിച്ചു നിൽക്കുന്നു. IRGC യുദ്ധവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് വിവരമനുസരിച്ച് മജ്തബ ഖമേനി, അതായത് ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിക്ക് ക്രൂരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും കോമയിലാണ് എന്നുമൊക്കെയാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ IRGC പുറത്തുവിടുന്നത് അദ്ദേഹത്തിന് കാലിന് നേരിയ പരിക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തും. യുദ്ധം ഞങ്ങൾ തുടരും എന്നാണ് ഇറാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയാണ് ആശങ്ക. ഇപ്പോഴും നമ്മൾ LPGയുടെ പ്രതിസന്ധി,
പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം പ്രതിസന്ധിയില്ല, പക്ഷെ വിലക്കയറ്റം അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആഗോള ഓയിൽ സപ്ലൈയുടെ ഒരു 20% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. അമേരിക്ക ഈ തുറമുഖങ്ങളെ ഉപരോധിച്ച കാരണം ഇറാൻ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. 24 മണിക്കൂർ മാത്രമേ തുറന്നു കിടന്നുള്ളൂ. അതിനിടയ്ക്ക് ഇറാൻ അതിനെ വീണ്ടും അടച്ചിരിക്കുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ പോലും വെടിവയ്പുണ്ടായി എന്ന് പറഞ്ഞാൽ IRGC ഒരു വല്ലാത്ത മൂഡിലാണ്. അവർ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ്. അമേരിക്കയാകട്ടെ ഈ വെടിനിർത്തലിയ അത്രയും സമയം കൊണ്ട് അവർ പരമാവധി വീണ്ടും അവിടെ പട്ടാളത്തെ വിന്യസിക്കാനാണ്, ഇറാന് ചുറ്റും പട്ടാളത്തെ വിന്യസിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ ഇറാനെ അവസാനിപ്പിക്കാനുള്ള ശേഷി ഉണ്ട് എന്ന് അമേരിക്ക കരുതുന്നു. പക്ഷേ അതിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ IRGC നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മൊത്തത്തിലൊരു ആശങ്ക ഒഴിഞ്ഞിട്ടില്ല, വീണ്ടും സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോ നമുക്കിപ്പോ പണ്ട് തുടക്കത്തിൽ ഇസ്രായേൽ അമേരിക്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇസ്രായേൽ തന്നെയാണ് അതൊരു തുടക്കം കുറിച്ച് വെച്ചത്. പക്ഷെ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം അവരവിടെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇറാനെ ഇല്ലാതാക്കുമെന്നുള്ള നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളൊന്നും തന്നെ കൂടെയില്ല. ഇപ്പോൾ അമേരിക്ക ഈ ട്രംപിന്റെ വാക്കുകൾ ചില നേരത്ത് അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ട്രോളുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള അത്തരത്തിലുള്ള കളിയാക്കലുകളൊക്കെ തന്നെ പലപ്പോഴും വരുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ഇപ്പോൾ ട്രംപ് മാത്രമായിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് മറ്റുള്ള രാജ്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ GCC രാജ്യങ്ങൾ, അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായൊരു ഘട്ടമാണ്. അപ്പോൾ ഈ ഒരു രാജ്യങ്ങൾ കൂടി അമേരിക്കയെ ഇനി യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തിരിച്ച് അമേരിക്കയോട് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം വരാൻ സാധ്യതയുണ്ടോ? അല്ല, അതായിരുന്നു ഇറാന്റെ ലക്ഷ്യം. അതായത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുക. അപ്പം ഈ ഓയിൽ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടും, അമേരിക്കയെ പിന്തിരിപ്പിക്കും. ഇതൊക്കെയാണ് ഇറാന്റെ ഒരു തന്ത്രമായിരുന്നത്. പക്ഷെ ഇറാൻ ഇത്രയധികം ആക്രമണം ഗൾഫ് മേഖലകളിൽ നടത്തിയിട്ടും അമേരിക്ക ആ ഒരു സമ്മർദ്ദത്തിലേക്ക് പോയില്ല. മാത്രമല്ല, അമേരിക്ക ഇതാ യുദ്ധം ഉടൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ സൗദി അറേബ്യയെ പോലെയുള്ള രാജ്യങ്ങളാണ് പറഞ്ഞത്, അല്ല, ഇറാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ഭീഷണിയാണ്, അതുകൊണ്ട് യുദ്ധം തുടരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന്റെ ചെലവിന്റെ പകുതി നിങ്ങൾ വഹിച്ചോളും എന്നൊക്കെ പറയുന്ന ട്രംപ് എപ്പോഴും അതിൻ്റെ ഒരു സാമ്പത്തിക വശം മാത്രം നോക്കി പെരുമാറുന്നയാളാണ്. ട്രംപിന്റെ പക്കൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന് ഉത്തരവ് മാത്രം മതി, പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെല്ലാം സെൻട്രൽ കമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഈ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നത് അല്ലെങ്കിൽ ട്രംപ് പറയുന്നതിലെ ഒരു വിശ്വാസ്യത, ഇതൊന്നും നമ്മളിപ്പോൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ട്രംപ് പലതും പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അമേരിക്കൻ സൈന്യം ഫോക്കസ്ഡ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് അവരുടെ ഒരു മിലിറ്ററി ലക്ഷ്യം എന്ന് പറയുന്നത് എന്നേക്കുമായി ഈ ശല്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഒരു ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം. സത്യത്തിൽ ഇതിനവരെ പ്രേരിപ്പിക്കുന്നത് ഇസ്രായേലാണ്. അമേരിക്കയ്ക്ക് ഭീഷണിയില്ല. കാരണം ഇസ്രായേലിന് എന്താണ് ഭീഷണി? ഇസ്രായേലിന് ഇറാന്റെ ഭീഷണിയുണ്ട്, ഹമാസിന്റെ ഭീഷണിയുണ്ട്, ഈ ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ഭീഷണിയുണ്ട്. ഇതിനെല്ലാം പോരാഞ്ഞിട്ട് പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന ഹൂതികളുടെ ഭീഷണിയുണ്ട്. അപ്പൊ ഇതെല്ലാം വലിയൊരു ഭീഷണിയാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിൽ അവരും സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ അടുത്താണ് അവരുടെ യുദ്ധവിമാനങ്ങൾ അവർക്ക് തന്നെ അവിടെ ഇറാനിൽ വെച്ചിട്ട് തകർക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പൊ ഇറാൻ മാത്രമല്ല, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങൾക്കും ഒരു സാമ്പത്തിക നഷ്ടം അത് വലിയ രീതിയിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സാമ്പത്തിക നഷ്ടം ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ടാണ് അമേരിക്ക ചെലവഴിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പൽ വരെ തകർന്നു എന്നാണ് കേൾക്കുന്നത്. പിന്നീട് ആ വിമാനവാഹിനി കപ്പലിനെ കുറിച്ച് കേൾക്കാനേ ഇല്ല. ഇറാനെ തകർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കപ്പൽ ആദ്യം വരുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് കേൾക്കാനില്ല. അതിന് നേരെ ആക്രമണം നടന്നു എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, ഈ പറയും പോലെ യുദ്ധവിമാനങ്ങളുടെ നഷ്ടം, അതിനോടൊപ്പം തന്നെ ഈ യുദ്ധത്തിന് വലിയ ഭാരിച്ച ചെലവുകളുണ്ട്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സേനാ താവളങ്ങൾക്ക് സംരക്ഷണം ഒരുക്കൽ, ഈ മിസൈൽ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യോമസേന അത്രമാത്രം കരുത്തല്ല. അവർക്ക് വ്യോമസേന ഇല്ല. പകരം അവർ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത്.
ഇവരുടെ മിസൈൽ ശേഖരം, വലിയ മിസൈൽ ശേഖരം ഇറാനുണ്ട്. അത് തകർത്തു എന്ന് പലതവണ അമേരിക്ക പറഞ്ഞിട്ടും അതില്ല, അത് ഇനിയുമുണ്ട്, ഇറാൻ കുലുങ്ങിയിട്ടില്ല. അപ്പോൾ ഈ മിസൈലുകൾ കത്തിച്ച് വിടാൻ വലിയ ചെലവില്ല. പക്ഷേ ഈ മിസൈലുകളെ കൃത്യമായി അതിന്റെ ട്രജക്ടറി മനസ്സിലാക്കി അതിനെ ആകാശത്ത് വെച്ച് പ്രതിരോധിക്കാൻ അതിനേക്കാൾ ഏറെ ചെലവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ ചെലവുണ്ട്, ഗൾഫ് രാജ്യങ്ങൾക്ക് ചെലവുണ്ട്, എന്തിനേറെ പറയുന്നു ഇന്ത്യക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന അമേരിക്കൻ സൈന്യ താവളത്തിലേക്ക് വരെ ഇറാന്റെ മിസൈൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളെല്ലാം തന്നെ മിസൈൽ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം. ഇതിനൊക്കെ വലിയ ചെലവാണ്. അത് ഓരോ രാജ്യങ്ങളും ആ ചെലവ് വഹിക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ചെലവുണ്ട്. അതിന് പുറമെ ഇറാനും അതിൻ്റെതായ ചെലവുണ്ട്. ഇറാൻ പൊതുവെ സാമ്പത്തികമായി ചെറിയ പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ്. കാരണം 12 ദിവസത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിൽ തന്നെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ ഏതാണ്ട് തകർന്നിരിക്കുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നോ ഫണ്ടുണ്ട്. ആ ഫണ്ട് മറ്റൊന്നുമല്ല, ഇറാൻ കരിഞ്ചന്തയിൽ എണ്ണ വിൽക്കുന്നുണ്ട്, അതിൻ്റെ പണം വരുന്നുണ്ട്. ആ പണം തകർക്കുക, ഇറാന്റെ സാമ്പത്തിക ശേഷി തകർത്ത് ഇറാനെ യുദ്ധത്തിൽ നിന്ന് പിൻവലിക്കുക, ഇതാണ് ഇപ്പോൾ അമേരിക്കയുടെ തന്ത്രം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ തുറമുഖങ്ങളിൽ ബ്ലോക്കേഡ് ഉണ്ടാക്കുന്നത്, തുറമുഖങ്ങളിൽ കപ്പലുകളെ നിരോധിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോ IRGC ആണ് ഇനി മൊത്തം ചുമതല ഏറ്റെടുക്കുന്ന എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിന് മൊത്തം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കൂടുതലായിട്ടൊരു മാരകമായിട്ടുള്ള ഒരു പ്രഹരമായിരിക്കും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കും കാണാനായിട്ട് സാധിക്കുക എന്ന് തന്നെ വേണം പറയാം. ഏതായാലും ഇതിപ്പോൾ തുടർന്ന് പോവുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളടക്കമുള്ള രാജ്യങ്ങൾ, ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധി ഇല്ല, പക്ഷേ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ. പക്ഷേ എണ്ണയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് പ്രതിസന്ധി ഇല്ലാത്തത്. LPGയുടെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ട്. കാരണം എണ്ണയ്ക്ക് രാജ്യത്ത് ആവശ്യത്തിന് കരുതൽ ശേഖരമുണ്ട്. മാത്രമല്ല എണ്ണയുടെ ഇറക്കുമതി ഡൈവേഴ്സിഫൈഡ് ആണ്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിലും നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണയുണ്ട്. നമ്മളിപ്പോൾ അങ്കോളയിൽ നിന്ന് വരെ എണ്ണ, അങ്കോള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഓയിൽ സപ്ലയർ ആണ്. മാത്രമല്ല അവിടെ ഇമാതിരി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇന്ത്യ ആ ഒരു സോഴ്സ് ശരിയാക്കിയിട്ടുണ്ട്, ഒരു ലെവലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള എണ്ണ ലോക മാർക്കറ്റിൽ എത്താതെ വരുമ്പോൾ, അതായത് ഗൾഫ് മേഖലകളിൽ നിന്നുള്ള എണ്ണ ലോക മാർക്കറ്റിൽ എത്താതെ വരുമ്പോൾ ആഗോളതലത്തിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് എണ്ണകളുടെ വില കൂടും. അത് ഇന്ത്യയെ ദോഷകരമായി ബാധിച്ചേക്കാം. കാരണം ഇന്ത്യ ലോകത്തിലെ 1ാമത്തെയോ 2ാമത്തെയോ ഓയിൽ ഇമ്പോർട്ടറാണ്, ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ ഒരു കറണ്ട് അക്കൗണ്ടിനെ വല്ലാതെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് LPG. കാരണം 2014 മുമ്പ് ഇന്ത്യയിലുള്ള LPG കണക്ഷൻസ് എന്ന് പറയുന്നത് നാമമാത്രമായിരുന്നു, ഒരു 30% മറ്റുമായിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് 100% അടുത്തെത്തി. അപ്പോൾ അത്രയും LPG ഇവിടെ ആവശ്യമുണ്ട്. ആ LPGയുടെ 85%, അതായത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന LPGയുടെ 85% വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി. പക്ഷേ ഈ പറയുന്ന കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ എണ്ണ വാങ്ങി ഇത് പ്രതിരോധിക്കാനുള്ള ഒരു പ്രവർത്തനം ഇന്ത്യ നടത്തുന്നുണ്ട് എന്നുള്ളതും ഒരു ഭാഗത്ത് നമ്മൾ കാണണം. ഏതായാലും നമുക്കിപ്പോൾ ഒരു നയതന്ത്രത്തിന്റെ വാതിൽ പൂർണ്ണമായി അടഞ്ഞു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ പറയാൻ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടല്ലോ. തീർച്ചയായും മറ്റു രാജ്യങ്ങൾ ഇതിനകത്തേക്ക് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അവർ ഈ യുദ്ധത്തിലല്ല, മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇപ്പം ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നത്തിന് ഇത്രയധികം രാജ്യങ്ങൾ സഫർ ചെയ്യണോ? ഇങ്ങനെയുള്ള ഒരു, പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുക, ഒരു 3ാം ലോക മഹായുദ്ധം വരുന്നത് തടയുക എന്നൊക്കെ ഉള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ പടുത്തുയർത്തിയ ഐക്യരാഷ്ട്രസഭ എവിടെ പോയി എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരം കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു നയതന്ത്രത്തിന്റെ വാതിൽ പൂർണ്ണമായി അടഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത അവിടെയുണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു വെള്ളക്കൊടി പാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും 2 രാജ്യങ്ങളല്ല, അവിടെയുള്ള ആളുകൾ, മാത്രമല്ല ലോകത്തിന്റെ മറ്റു കോണുകളിലുള്ള പല രാജ്യങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകൾ പതുക്കെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഒരു മണിക്കൂറിൽ എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻ വരുന്നത് എന്നുള്ളത് പിന്നീട് കാണാം. എന്തായാലും അതുവരേക്കും നന്ദി, നമസ്കാരം.